ഡ്രോണുകൾ വെടിവെച്ചിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വ്യക്തതയിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇന്ത്യ കഴിഞ്ഞ ദിവസവും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് വളരെ സജീവമായി നടത്തിയിരുന്നത്. അതായത് വ്യോമാക്രമണത്തിന് പുറമെ തന്നെ ഡ്രോണും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ അതിർത്തി മേഖലകളിൽ നിന്നൊക്കെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാധാരണ ഡ്രോണിൽ ആണ് ഘടിപ്പിച്ചിട്ടാണ് അത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഡ്രോണുകൾ ഇന്നലെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ചില ഡ്രോണുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നത്. അതായത് 3 സ്ഫോടനങ്ങൾ, തുടർ സ്ഫോടനങ്ങൾ ലാഹോറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇപ്പോഴാണ് അതിലൊരു സ്ഥിരീകരണം വരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു അത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊരു എന്തെങ്കിലും ഒരു വിശദീകരണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് മറ്റൊരു ഇന്നലെ രാത്രി തന്നെ പ്രചരിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമ ആക്രമണത്തിന് പിന്നാലെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിൽ അജ്ഞാതരായ ആൾക്കാർ സ്ഫോടനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു. ഇന്നലെ രാത്രി തന്നെ ലാഹോറിലെ തന്നെ ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതായത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. അത് അൺനോൺ മെൻ എന്നും പറഞ്ഞിട്ടാണ് പാകിസ്ഥാനിലെ തന്നെ ചില ഹാൻഡിലുകൾ അത് പ്രചരിപ്പിച്ചത്. അതായത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ. ലാഹോറിൽ ഇന്ന് 3 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ വന്നൊരു വിവരമാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ അജ്ഞാതരായ ആൾക്കാരുടെ നേതൃത്വത്തിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പാകിസ്ഥാനിൽ താവളം തേടിയിട്ടുള്ള ചില ഭീകരർ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലുമായി തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 1-1.5 കൊല്ലത്തിനിടയിൽ. അപ്പോൾ ഈ അജ്ഞാതരാര് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. അത് റോ ഏജൻസ് ആണ് എന്ന് പറയുന്നവരുണ്ട്, ബലൂച്ച് പോരാളികളാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ലാഹോറിലും സമാനമായ തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കുന്നത്. ഡ്രോണാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഏതായാലും അജ്ഞാതരാണ് ഇതിന് പിറകിൽ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ.